ഈ മാങ്ങയുടെ പേര് എനിക്കറിയില്ല. പക്ഷെ അത്യാവശ്യം നല്ല പുളിപ്പുള്ള മാങ്ങയാണ്. ഈ നല്ല പുളിപ്പുള്ള മാങ്ങ കറി വെക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും എനിക്ക് ഉച്ചയ്ക്ക് കറി നോക്കണം. പിന്നെ ഞാൻ വിചാരിച്ചു ശരി മാങ്ങ കറി തന്നെ വെക്കാമെന്ന്. ആദ്യം മാങ്ങയുടെ തൊലി മൊത്തം കളയണം. ഇപ്പോൾ തൊലി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ തൊലി ചിലപ്പം കട്ടിയായിരിക്കുമല്ലോ. അതുകൊണ്ട് തൊലി കളയുന്നതായിരിക്കും നല്ലത്. തൊലി കളഞ്ഞ ശേഷം കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് മൊത്തം കഴുകണം. ജസ്റ്റ് ഒരിക്കൽ കഴുകിയ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കണം. ഒരു 2 മിനിറ്റ് ആകുമ്പോൾ ഇത് നല്ല തിളയ്ക്കും. ആ സമയമാകുമ്പോൾ പുളിപ്പ് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല. പക്ഷെ പുളിപ്പ് അധികം ഇഷ്ടമില്ലാത്തവർ കുറച്ച് വെള്ളം മാറ്റിയിട്ട് വീണ്ടും നല്ല വെള്ളം ഒഴിച്ച് അതിലല്പം മഞ്ഞൾപ്പൊടിയും മുളകും ഉപ്പും കൂടി ചേർത്ത് വീണ്ടും വേവിക്കാൻ വെക്കണം. അത് നമുക്ക് അരപ്പ് വേണമല്ലോ. തേങ്ങയും ജീരകവും മുളക് പൊടിയും മല്ലിയും വെളുത്തുള്ളിയും കറിവേപ്പിലും അല്പം വെള്ളവും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ആക്കണം. ഈ വെച്ചിരിക്കുന്ന മാങ്ങയിൽ ഈ അരപ്പും കൂടെ തട്ടി 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും കറി റെഡിയാവും. അവസാനം കടുക് വറുത്ത് വീഴ്ത്തുമ്പോഴത്തേക്കും നമ്മുടെ മാങ്ങ കറി റെഡിയാവും. അവസാനം കുറച്ച് ചോറും മാങ്ങാക്കറിയും തോരനും മീനും കൂടെ ആയപ്പോഴത്തേക്ക് അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു മാങ്ങയ്ക്ക് അത്യാവശ്യം പുളിപ്പുള്ളത് കൊണ്ടായിരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ്. സത്യം പറഞ്ഞാൽ മാങ്ങാക്കറിക്ക് അച്ചാർ മാത്രം മതി. അതാണ് അതിൻ്റെ കോമ്പിനേഷൻ. എന്തായാലും സംഭവം അടിപൊളിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.